മാസത്തോളം നീണ്ട യുദ്ധത്തിൽ ഇതുവരെ കരയാക്രമണം നടക്കാത്ത ഗാസയിലെ ജനസാന്ദ്രതയുള്ള മധ്യമേഖലയിൽ നിന്ന് ജനങ്ങളോട് പിൻവാങ്ങാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടതോടെ ആയിരക്കണക്കിന് പലസ്തീൻ പൗരന്മാർ ഭയാനകമായ അവസ്ഥയിലായി. ഞായറാഴ്ച ദ്രൈ അൽബലാഹിലെ തദ്ദേശവാസികളോടും കുടിയിറക്കപ്പെട്ട പലസ്തീനികളോടും ഉടൻ തന്നെ പ്രദേശം വിട്ട് മെഡിറ്ററേനിയൻ തീരത്തുള്ള അൽമവാസിയിലേക്ക് മാറാനാണ് IDF നിർദ്ദേശം നൽകിയത്. ഇതൊരു വലിയ കരയാക്രമണത്തിന്റെ മുന്നോടിയായി കണക്കാക്കപ്പെടുന്നു. ഇത് മേഖലയിൽ വൻ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇസ്രായേലി ബന്ദികളുടെ കുടുംബങ്ങളും ഈ നീക്കത്തിൽ ആശങ്കാകുലരാണ്. തങ്ങളുടെ ബന്ധുക്കൾ ഈ നഗരത്തിൽ തന്നെ ഉണ്ടാകുമെന്ന ഭയം അവരെ അലട്ടുന്നു. IDF ഇതുവരെ ഈ പ്രദേശത്ത് വ്യോമാക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും കരസേനയെ വിന്യസിച്ചിട്ടില്ലായിരുന്നു. ഞായറാഴ്ച ഇസ്രായേലി സൈന്യം ആകാശത്ത് നിന്ന് ലഘുലേഖകൾ വർഷിച്ച് തെക്കു പടിഞ്ഞാറൻ ദ്രൈ അൽബലാഹിലെ നിരവധി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് തെക്കോട്ട് മാറാൻ ആവശ്യപ്പെട്ടു. ശത്രു സൈന്യത്തെയും തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കുന്നതിനായി ഇസ്രായേൽ പ്രതിരോധ സേന മേഖലയിൽ പൂർണ്ണമായ ഒരു ഓപ്പറേഷൻ നടത്തുകയാണ്. യുദ്ധകാലത്ത് ഇതുവരെ ഈ പ്രദേശങ്ങളിൽ സൈന്യം പ്രവേശിച്ചിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ദ്രൈ അൽബലാഹ് പ്രദേശങ്ങളിലെ ടെന്റുകളിലാണ് ധാരാളം പേർ താമസിക്കുന്നത്. അവരെയും ഒഴിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹമാസ് ബന്ദികളെ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് സംശയിക്കുന്നതിനാലാണ് സൈന്യം ഇതുവരെ ഈ പ്രദേശങ്ങളിൽ പ്രവേശിക്കാത്തതെന്ന് ഇസ്രായേലി വൃത്തങ്ങൾ റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ഗാസയിൽ അവശേഷിക്കുന്ന 50 ബന്ദികളിൽ 20 പേരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഗാസ മുനമ്പിലെ 2 ദശലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യയിൽ ഭൂരിഭാഗവും ഹമാസിനെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ഒരിക്കലെങ്കിലും തങ്ങളുടെ വീടുകൾ വിട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരായിട്ടുണ്ട്. ഗാസയുടെ വലിയ ഭാഗങ്ങൾ പിന്മാറാനുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ആവർത്തിച്ചുള്ള ആഹ്വാനങ്ങൾക്ക് ഇരയായി. ഞായറാഴ്ച രാവിലെ ദുരിതാശ്വാസ ട്രക്കുകൾക്കായി കാത്തുനിന്ന ജനക്കൂട്ടത്തിന് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തപ്പോൾ 40-ലധികം പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ സിറ്റിയിലെ ഷിഫ ആശുപത്രി അറിയിച്ചതിന് പിന്നാലെയാണ് പ്രദേശം വിട്ടുപോരാനുള്ള ഇസ്രായേലിന്റെ പുതിയ ഉത്തരവ് വന്നത്. തെക്കൻ ഗാസയിലെ ആശുപത്രികളിലെ ദുരിതാശ്വാസ വിതരണ കേന്ദ്രങ്ങളിലും നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ BBC ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് പ്രതികരണം തേടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ഇടപെടലുകളും ആശങ്കകളും. ഞായറാഴ്ച ലിയോ 14 മാർപ്പാപ്പ യുദ്ധത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടു. ഈ ക്രൂരത ഉടൻ അവസാനിപ്പിക്കണമെന്നും അനിയന്ത്രിതമായ ബലപ്രയോഗം ഒഴിവാക്കണമെന്നും പറഞ്ഞു. ഗാസയിലെ ഏക കത്തോലിക്ക പള്ളിയെ ലക്ഷ്യമിട്ടുള്ള മാരകമായ ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രസ്താവന വന്നത്. സംഭവത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ രാജ്യം അഗാധമായി ഖേദിക്കുന്നുവെന്ന് പറഞ്ഞു. അതേസമയം ഗാസയിലെ സാധാരണക്കാർ പട്ടിണിയിലാണെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. അവശ്യ വസ്തുക്കൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും മെയ് അവസാനം അമേരിക്കയും ഇസ്രായേൽ പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനും ദുരിതാശ്വാസ വിതരണം ആരംഭിച്ചതിനു ശേഷം ദുരിതാശ്വാസത്തിനായി ശ്രമിക്കുന്നതിനിടെ കൊല്ലപ്പെടുന്ന പലസ്തീനികളുടെ എണ്ണം ദിവസേന വർദ്ധിച്ചു വരികയാണ്. ഇതിൽ ഭൂരിഭാഗവും ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ചുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഗാസയിലെ മാനുഷിക പ്രതിസന്ധി രൂക്ഷമാവുകയാണെന്നതിലേക്കാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്.